ചിരി ദൈവത്തിൻ്റെ നാളത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയാണ് തന്റെ അമ്മ എന്നുള്ള സത്യം ആദ്യം തിരിച്ചറിയാണ്. ശ്രുതിയുടെ മടിയിൽ ആദ്യം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വിമല പറയുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയോ? നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നുള്ള കാര്യം അറിയാമെന്നൊക്കെ വിമല പറയുമ്പോഴേക്കും മടി കിടക്കുന്ന ആദ്യമാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താണ് ഇത്രയും നാളും എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം. അമ്മയുടെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിലും എന്നോട് പറ, ഞാനത് പരിഹരിച്ചു തരാമെന്ന് ആദ്യം പറയുമ്പോൾ അത് വലിയ ആൾക്കാർക്കിടയിലുള്ള പ്രശ്നമാണ്, മോന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോഴും ആദ്യം ചോദിക്കുന്നത്, ഞാൻ ചെറുപ്പത്തിൽ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതുകൊണ്ടാണോ അമ്മ എൻ്റെ അമ്മയാണെന്നുള്ള കാര്യം പറയാണ്ടിരുന്നത്? ഞാൻ വേണമെങ്കിൽ അമ്മയുടെ അടുത്ത് സോറി പറയാന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, നീ മോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വലിയവർ ചെയ്ത തെറ്റിന് നീയാണ് കഷ്ടത അനുഭവിക്കുന്നത്. അതൊന്നും മോനെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ നന്നായിട്ട് ജീവിച്ചതിന് ശേഷം ഞാൻ കാര്യങ്ങളെല്ലാം മോൻ്റെ അടുത്ത് പറയാം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട്, നിനക്ക് അമ്മയില്ല അച്ഛനില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്തോരം ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയോ? എൻ്റെ ക്ലാസ്സിൽ ഋഷി പറയുന്ന ഒരുത്തനുണ്ട്, അവൻ എന്തെല്ലാം കാര്യം പറയുന്നുള്ള കാര്യം അറിയോ അമ്മയ്ക്ക്? അവൻ എൻ്റെ ചെവിയിൽ നുള്ളിയതിന് ശേഷം നിനക്ക് അമ്മ ഉണ്ടെങ്കിൽ അമ്മൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വരാനൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ അമ്മ എനിക്ക് ശരിക്കും കരച്ചിലായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അമ്മ വാ അമ്മ സ്കൂളിൽ വന്നിട്ട് അവനെ ചോദ്യം ചെയ്യേ, എന്നിട്ട് എല്ലാവരുടെ അടുത്തും പറ അമ്മയാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം. ആദ്യം പറയുന്നത് കേൾക്കുമ്പോൾ വിമലയും പറയുന്നുണ്ട്, ശരിയാടി, ഇടയ്ക്കിടയ്ക്ക് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് അവനെ വല്ലാതെ കളിയാക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ന് കരുതിയിട്ട് അമ്മ അവനിപ്പോൾ പറയുന്നത് പോലെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അമ്മ ഒരു കാര്യം ചെയ്യേ, അവൻ്റെ ടീച്ചറെ പോയി കണ്ട് സംസാരിക്കേ. അപ്പോഴും ആദ്യം പറയുന്നുണ്ട്, അമ്മ എൻ്റെ സ്കൂളിലേക്ക് വാ, എന്നിട്ട് അമ്മയാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം എല്ലാവരുടെ അടുത്തും പറ. ഇല്ല മോനെ, അമ്മയ്ക്ക് അതിപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല എന്ന് ശ്രുതി പറയുമ്പോൾ അതെന്താ അമ്മേ, അതിനൊക്കെ ഒരു നേരം വരും മോനെ. ആ നേരം എപ്പോഴാണ് വരിക എന്നാണ് ആദ്യയുടെ അടുത്ത ചോദ്യം. ഇല്ലടാ, അതിനൊക്കെ ഒരു നേരം വരും, ആ സമയത്ത് അമ്മ എല്ലാവരുടെ അടുത്തും പറയും. അപ്പോൾ എനിക്ക് അമ്മേനെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ആദ്യം ചോദിക്കുമ്പോൾ പറ്റും, എന്തായാലും ഇപ്പം പറ്റില്ല, അതിനും ഒരു സമയം വരുമെന്ന് പറയാണേ. അതുമാത്രമല്ല, അമ്മ പറയുന്നത് വരെ ഞാനാണ് നിന്റെ അമ്മ എന്നുള്ള കാര്യം നീ ആരടുത്തും പറയരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ അതെന്താ അമ്മേ, അമ്മ എൻ്റെ അമ്മയല്ലേ, പിന്നെന്താ ആരടുത്തും പറയരുത് എന്ന് പറയുന്നത് കേക്ക് ആദി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ശ്രുതി. അത് കാണുമ്പോഴേക്ക് വിമല പറയുന്നുണ്ട്, ഇപ്പോൾ നീയാണ് അവൻ്റെ അമ്മ എന്ന് അറിഞ്ഞ ആ സന്തോഷത്തിലുള്ളത്, ഉടനെ തന്നെ അവൻ്റെ ആ സന്തോഷം നീ തല്ലിക്കെടുത്തല്ലേ. നീ അവൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ നിന്റെ വീട്ടിലും പറഞ്ഞാലേ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും വിമലയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട്, അമ്മ വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഇവിടെ രേവതിയുടെ അവസ്ഥ എന്താന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലേ? എൻ്റെ അമ്മായിമ്മ രേവതിയെ എന്തൊക്കെ പറയുന്നെന്നുള്ള കാര്യം അമ്മ കണ്ടില്ലേ? ആടി, ഞാനും കണ്ടു, പാവാണ് ആ കുട്ടി. അവള് എല്ലാത്തിനും ആ അമ്മായിമ്മ വെറുതെ കിടന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിന്റെ അമ്മായിമ്മ ഇങ്ങനെ ഒരു പെണ്ണുങ്ങളാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ രേവതിയേക്കാൾ മോശമായിരിക്കും. അത് കഴിഞ്ഞ് ആദ്യയുടെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, ആദ്യം ഞാൻ പറയാതെ ഞാനാണ് നിന്റെ അമ്മ എന്നുള്ള കാര്യം നീ ആരോടും പറയരുത്. പിന്നെ ഒരിക്കലും നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഇത്രയും നാൾ എൻ്റെ ആൻറ്റിയാണെന്നുള്ള കാര്യം ആരോടും പറയരുതെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അത് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ ഇതും പറയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുമെന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണെ ആദി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആദ്യയുടെ അടുത്ത് പറയാൻ വേണ്ടി ശ്രുതി പറയുമ്പോൾ, നാളെ എൻ്റെ കണ്ണിന് കെട്ടൂരുന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മയെ ആദ്യം കാണണമെന്ന് പറയാണേ. അമ്മ വരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അടുത്ത് വിമല പറയുന്നുണ്ട്, അവൻ്റെ ആഗ്രഹമല്ലേ, സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ കാണിക്കുകയാണേ. എൻ്റെ അമ്മയാണ് ആൻറ്റി എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് അമ്മയുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. അമ്മയെ കാണാതെ ഞാൻ നാട്ടിലേക്ക് പോവില്ല. അമ്മയെ എനിക്ക് കാണണം എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ വരാ എന്ന്. നിന്റെ കണ്ണിലെ കെട്ട് അഴിച്ച് ഉടനെ തന്നെ ആദ്യം നീ കാണാൻ വേണ്ടി പോകുന്നത് എന്നെ ആയിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ ആദ്യക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ടേ. അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നത്, എത്രയും വേഗം തന്നെ നിങ്ങൾ റെഡിയായിട്ട് ഇറങ്ങാൻ വേണ്ടി നോക്ക്. ഞാൻ നിങ്ങൾക്ക് ഹോട്ടൽ മുറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറയുമ്പോൾ സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും പറയാതെ എങ്ങനെ ഇവിടുന്ന് പോകാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വരുന്നത് വരെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് പോയിക്കോളൂ. അമ്മയുടെ മനസ്സിൽ എന്താണ് വിചാരിച്ചത്? അവർക്ക് അറിയാതെ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ ഇവിടുന്ന് പുറത്താക്കിയത്. അവര് വരുന്നതിന് മുമ്പ് തന്നെ പോകണം, നിങ്ങൾ പെട്ടെന്ന് പോകാനുള്ള വഴി നോക്ക് എന്ന് പറയാണേ.
അത് കേൾക്കുമ്പോൾ വിമല ശരി എന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. സാധനമൊക്കെ എടുത്തു വെക്കാണല്ലോ വിമല. അങ്ങോട്ടേക്ക് ശ്രുതി വന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ നോക്ക് അവരാരെങ്കിലും വരുമെന്ന് പറയും. ശരിയടി ഇതാ എടുത്തു വെക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവിടെ രേവതിയെ ഒരുപാട് നേരം മീരയ്ക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റില്ല. അവൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോവാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ശരിയടി ഇതാ പോവാം. അപ്പോഴേക്കും ആദ്യ പറയുന്നുണ്ട് അമ്മേ രേവതി ആന്റിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയാലോ എന്നുള്ള കാര്യം. നിനക്ക് അവളാണോ അമ്മ അതോ ഞാനാണോ അമ്മ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മയാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം ആദ്യം പറയുമ്പോഴേക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നീ കേട്ടാൽ മതി. നീ അവളുടെ അടുത്ത് സംസാരിക്കരുതെന്നുള്ള കാര്യം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഞാൻ ഒരിക്കലും നാട്ടിലേക്ക് വരില്ല എന്ന് പറയുമ്പോൾ ഇല്ല അമ്മയെ സംസാരിക്കില്ല എന്ന് ആദ്യം പറയുന്നുണ്ട്. നീ എന്തിനാടി അവനെ വരട്ടുന്നത്? രേവതിക്കും അവനോട് ഭയങ്കര സ്നേഹമല്ലേ ഉള്ളത്. ഇപ്പോൾ അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അവക്ക് ദത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ? എൻ്റെ മകൻ അങ്ങനെ മറ്റുള്ളവരൊന്നും സ്നേഹിക്കണ്ട, ടൈം ആവാനായി, വേഗം വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പിടിച്ചിട്ട് താഴേക്ക് കൊണ്ടുവരുവാണേ. അവരെ എത്രയും വേഗം തന്നെ അവിടുന്ന് പുറത്താക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡോർ തുറന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ പാടിയിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. സച്ചി വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോഴേക്കും അമ്മ ഇതേ സച്ചി വന്നു, ഒന്നും മിണ്ടരുത് നിങ്ങൾ അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ മേടിച്ചിട്ട് ശ്രുതിയുടെ റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സച്ചി ഉള്ളിലേക്ക് കയറി വരുവാണേ. അല്ല നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? ഉള്ളിൽ പോയിട്ട് റെസ്റ്റ് എടുത്തുകൂടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദാ ഇവനിപ്പോ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ. അല്ല മോനെന്താ പെട്ടെന്ന് വന്നത്? വേറെ ട്രിപ്പൊന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പൊ വന്ന ട്രിപ്പ് ഉണ്ടല്ലോ അത് അവര് പാതി വഴി തന്നെ എന്തോ ഫോൺ വന്നെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ട്രിപ്പൊന്നും വന്നില്ല. പിന്നെ രേവതിയാണെന്നുണ്ടെങ്കിൽ വരാൻ ലേറ്റ് ആവുന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വേഗം പോന്നു എന്ന് പറയാണേ. അത് കഴിഞ്ഞാണ് അടുക്കളയിൽ നിന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതെന്താ എനിക്കിവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം വല്ല ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആഹാ കൊള്ളാലോ, എന്നെ പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. ഇന്നെന്താ നിനക്ക് ജോലിയൊന്നുമില്ലേ? ഇന്ന് ലേറ്റ് ആയിട്ടാ പോകുന്നതെന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അല്ല ഈ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങി പോകുന്ന ആള് നീയാണല്ലോ, ഇന്ന് എന്താ ലേറ്റ് ആയിട്ട് പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അത് എന്റെ ഇഷ്ടമാണ്, നീ എന്തിനാ അത് ചോദ്യം ചെയ്യുന്നത്? അത് കറക്റ്റ് തന്നെയാണ്, നീ പോയാൽ എന്താ പോയില്ലെങ്കിൽ എന്താ. ആദ്യം മോന് ഈ അങ്കിൾ എന്താ മേടിച്ചോണ്ട് വന്നെന്നുള്ള കാര്യം കണ്ടോ? സ്പെഷ്യൽ ഫുഡാണ്, വാ കഴിക്കാം ആന്റി വാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അയ്യോ രേവതി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു എന്നല്ലേ പറഞ്ഞത്? അതായിക്കോട്ടെ, ഈ കടയിലെ ഭക്ഷണം സൂപ്പറാണ്, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചിട്ട് വന്നത്. ഭക്ഷണം എടുത്ത് കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് അതിന് നീ ഇവിടെ ഉണ്ടാവുന്നുള്ള കാര്യം എനിക്ക് എങ്ങനെയാ അറിയുന്നത്? എന്തായാലും നീയും കഴിച്ചോ, നല്ല ഫുഡാന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയണേ. വേണ്ടെങ്കിൽ പോയിക്കോ. ഭക്ഷണം കഴിച്ചിട്ട് സച്ചിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ എന്നുള്ള കാര്യം വിമല ചോദിക്കുമ്പോൾ ഇല്ല ഇന്നങ്ങനെ പ്രത്യേകിച്ച് ട്രിപ്പൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് വൈകുന്നേരം വരെ ഇവന്റെ കൂടെ കളിച്ചിട്ട് ഇന്ന് ഇവിടെ ഇരിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സച്ചി പറഞ്ഞേക്കുമ്പോഴേക്കും നീ എന്താ കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രായമൊന്നുമില്ല, ഏത് വയസ്സിൽ വേണമെങ്കിലും കളിക്കാം, ഓടിച്ചാടിയൊക്കെ കളിച്ചാൽ മാത്രമേ നല്ല ആരോഗ്യമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ പോലെ ഇരുന്നിടത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്ന പറയുമ്പോൾ നീ ആവശ്യമില്ലാത്ത സുധിയെ കുറിച്ച് പറയണ്ട എന്ന് പറയാണേ. പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും വിമല പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ആവശ്യമില്ലാത്ത എന്തിനാണ് അടി ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അടിയൊന്നുമല്ല, അവള് ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം പറയണേ. എന്തായാലും ആന്റി ആദ്യം കൂട്ടിയിട്ട് പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടേ. അങ്ങനെ സച്ചി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. സച്ചി അങ്ങ് പോകുമ്പോഴേക്കും കൈയൊക്കെ പിടിച്ചിട്ട് വിമലരെ അതുപോലെ ആദ്യം കൂട്ടിയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ പോകാന്, നീ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയതല്ലേ, ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം വിമല ചോദിക്കുമ്പോൾ ശരി എന്തായാലും വിട്ടേക്ക്, നാളെ എന്തായാലും കണ്ണിന്റെ കെട്ട് ഊരുമല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി അല്ലേ, ബാക്കി കാര്യം നോക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പോവാണേ. ശ്രുതി കിച്ചണിലേക്ക് പോകുമ്പോഴേക്കും ആദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മമ്മ നമ്മൾ ഇന്ന് പോകുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല നാളെ പോകുന്നുള്ളൂ. ഹായ് അപ്പോൾ ഇന്ന് എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കാല്ലേ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി വന്നിട്ട് മെല്ലെ അമ്മ എന്നുള്ള കാര്യം ഞാൻ പറയരുതെന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ ചോദിച്ച് ചൂടാവുകയാണേ. നീ എന്തിനടി അവളെ വരട്ടുന്നത്? അവൻ ഇപ്പോഴായിരുന്നു കുറച്ച് ഹാപ്പി ആയിട്ടിരുന്നത്, കണ്ടില്ലേ ഇപ്പം തന്നെ അവന്റെ മുഖം വാടിപ്പോയി. അങ്ങനെ ശ്രുതി ആദ്യക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും കണ്ടുകൊണ്ടാണ് സച്ചി വരുന്നത്. സച്ചി അത് കണ്ടിട്ട് ഷോക്കായ പോലെ നിൽക്കുവാണ്. കാരണം ശ്രുതിയുടെ സ്വഭാവം വെച്ചിട്ട് ആർക്കും ഒന്നും ചെയ്യില്ലല്ലോ. ആദി അവളുടെ മകനാണെന്നുള്ള കാര്യം സച്ചിക്ക് അറിയില്ലല്ലോ. സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നത്? സച്ചി പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാവുന്നുണ്ട്. പക്ഷേ വിമലയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അവൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് മോനെ വാശി പിടിച്ചു. അപ്പോൾ ശ്രുതിയാണ് പറഞ്ഞത് അവള് ഭക്ഷണം വാരി കൊടുക്കുക എന്നുള്ള കാര്യം. പുതിയൊരാളായതുകൊണ്ട് തന്നെ അവൻ നന്നായിട്ട് കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയണേ. ആദ്യം മേടിച്ച് കഴിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല, എന്നാൽ പൗഡർ എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ അത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ നിങ്ങൾ വന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ നിന്നോട്ടെ എന്നുള്ള കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ ഇതാ കൺകുളിർക്കെ വേറൊരു കാഴ്ച. എന്തായാലും നടക്കട്ടെ ആന്റി ഇവിടെ വന്ന് ഇരുന്ന് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ടേ സച്ചി. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആദ്യക്ക് ഭക്ഷണം കൊടുക്കുവാണ്. ചില മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല എന്ന് സച്ചി പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാത്ത വിധം എന്താ ഉണ്ടായെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുകയാണേ. ഒന്നുമില്ല, എൻ്റെ അച്ഛമ്മ ഇങ്ങനെ പറയുമായിരുന്നു
ചിലർ മുരടാണെന്നുണ്ടെങ്കിലും മനസ്സിനുള്ളിൽ നന്മയുണ്ടാകും. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും പൗഡർ എടുത്തിക്കിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്നേഹമുള്ള ഒരു അവതാരം ഉണ്ടല്ലേ. എന്തായാലും ഇത് കാണാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങ് പോവാണേ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആദ്യം അതുപോലെ സച്ചിയും കൂടി ചേർന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രേവതിയുടെ വരവേ. രേവതി സച്ചിയെ കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിന്ന് പോയില്ല ട്രിപ്പിനൊന്നും? ഇല്ല രേവതി, ഇന്ന് പ്രത്യേകിച്ച് ട്രിപ്പൊന്നും വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കളിച്ചിരിക്കാൻ അങ്ങ് വിചാരിച്ചു. നീ എന്താ ഇത്രയും ലേറ്റ് ആയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. മീര നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ കഴിച്ചു. ഇന്ന് ആദിക്ക് ആരാ ഭക്ഷണം വാരി കൊടുത്തെന്നുള്ള കാര്യം അറിയോ എന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടനായിരിക്കും അല്ലേ? അല്ല അല്ല, അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഇന്ന് ആദിക്ക് ഭക്ഷണം കൊടുത്തത് ശ്രുതിയാണ്. ശ്രുതിയോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഇപ്പോൾ നിനക്കും ഷോക്കായിട്ടല്ലേ തോന്നിയത്? എനിക്കും കണ്ടപ്പോൾ ഷോക്കായി തോന്നി. ഇതിലെന്ത് ഷോക്കാവാനിരിക്കുന്നു? എല്ലാ പെണ്ണുങ്ങളുടെ മനസ്സിൽ ഒരമ്മയുണ്ടാകും. അവർക്ക് മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിൽ ഇത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്തായാലും രേവതി, നിന്നെ പോലെ ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എന്റെ വിട്ടേക്ക് എന്റെ പൊന്നോ എന്നൊക്കെ പറയുന്നുണ്ടേ. അങ്ങനെ രേവതി നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ കൂടെ കൂടി നീയും നന്നായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചു. നീ ആദ്യം നോക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി റൂമിലേക്ക് പോകുന്നുണ്ട്. രേവതി തിരിച്ചു വരുന്ന സമയത്ത് ആദ്യം ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. എന്താന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ആദ്യം പറയുന്നുണ്ട്. വേറൊന്നുമല്ല, ഒരു കണ്ണടയാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. എനിക്ക് അതിന് ആൻറ്റി കാണാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നാളെ കെട്ടഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ കണ്ണാടി വെക്കാം, ഇതാ വെച്ചോ എന്ന് പറഞ്ഞിട്ട് കയ്യിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് വിമല പുറത്തേക്ക് വരുന്നത്. അയ്യോ എന്തിനാ രേവതി അനാവശ്യമായിട്ടുള്ള ചെലവൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് മോന് വേണ്ടിയിട്ടല്ലേ, ഇരുന്നോട്ടെ അമ്മേ. അല്ല അമ്മയുടെ മുഖമൊക്കെ എന്താ ചുമന്നിരിക്കുന്നത്? അമ്മയ്ക്ക് ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് അതൊന്നുമില്ല, ശരിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. ആദ്യം ഓർത്തിട്ട് ആന്റി വിഷമിക്കൊന്നും വേണ്ട, അവന് നാളെ കെട്ടഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ആദ്യം നാളെ നിനക്ക് നിന്റെ അമ്മമ്മയെ കാണാം, ഫ്രണ്ട്സിനെ, പിന്നെ ആന്റിയെ, എല്ലാവരെയും കാണാം. അപ്പോൾ എൻ്റെ അമ്മയെ എനിക്ക് കാണാമല്ലേ എന്നുള്ള കാര്യം ആദ്യം ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് കുറച്ച് മാറി എന്നെല്ലാം കേൾക്കുന്നുണ്ട്. ശ്രുതി ആകെ ഷോക്കായ പോലെ ആവാണ്. അമ്മയും കാണാലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി രേവതിയുടെ മുമ്പിൽ വെച്ചിട്ട് ശ്രുതിയെ അമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം കേട്ടോ. ഡെയിലി ഇതുപോലെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.